ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്തിനാ അമല ചെയ്യണേ? ഞാൻ ചെയ്തില്ലല്ലോ. നീ അല്ലടി നേരത്തെ പറഞ്ഞ ഞാൻ കുറ്റം പറയാറുണ്ടെന്ന്. നമ്മുടെ ഈ മലയാളികളുടെ സ്വഭാവം എന്നറിയോ, ഒരാളെയും പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് ഇഷ്ടമില്ല. കുറ്റം പറയാനാണെങ്കിൽ ഒത്തിരി നാവാ കേട്ടോ. കുറ്റം പറയാനാണെങ്കിൽ അത് ശരിയായില്ല, ഇത് ശരിയായില്ല, അങ്ങനെ ശരിയായില്ല, ഇങ്ങനെ ശരിയായില്ല എന്ന് പറഞ്ഞ് 100 കുറ്റം വേണമെങ്കിൽ പറയും. പക്ഷെ ഒരു നന്മ പറയോ? എനിക്കറിയാം മൂലക്കോണത്തെ മനുഷ്യരൊക്കെ നല്ല മനുഷ്യരാ, നിങ്ങൾ നന്മയെ പറയാറുള്ളൂ അല്ലേ? ഉവ്വ കേട്ടോ. ഞാൻ പറഞ്ഞെന്നറിയോ, നല്ലത് പറ, മനുഷ്യരെ കുറിച്ച് നല്ലത് പറ. നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റണേ പ്രോത്സാഹിപ്പിക്കുക. നല്ല കാര്യങ്ങൾ ചെയ്യണ കാണുമ്പോൾ നന്നായിട്ട് കൈയടിക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക. കുഞ്ഞുമക്കളെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇന്നലെ ഒരു കാലിലേക്ക് പറഞ്ഞ അലോന കണ്ടോ, ഞാൻ ആ കൊച്ച് ഒരു കല്ലേലിക പറഞ്ഞോളൂ. ആ കൊച്ചിന് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരുത്തി അതിനെ കൊണ്ട് കല്ലേലിക ഒരിപ്പിച്ചു. നിങ്ങൾ ഈ ജീവിതത്തിൽ ഓർത്ത് ആ കൊച്ച് എന്നെ ഒരിക്കലും മറക്കില്ല. ശരിയല്ലേ? അതെ. കാരണം എന്താ വെച്ചാൽ ആ കൊച്ചിനെ ആരങ്ങനെ വിളിച്ചിട്ടില്ല, അവള് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവള് ചെയ്യണ കാര്യം എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നി, ഞാൻ പ്രോത്സാഹിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചോക്ക്. മനുഷ്യന്മാരെ നമ്മളെ സ്നേഹിക്കും. കേട്ടോ? സന്തോഷമായി കേട്ടോ. ഞാൻ പറയുന്നറിയും, മറ്റുള്ളവരുടെ നന്മ കാണുമ്പോ അതിന് നല്ല ഡ്രസ്സ് ഇട്ട് വരുമ്പോ ഒന്ന് കൊള്ളാലോ, സുന്ദരിയായിട്ടില്ല, ഒരു കാര്യം നന്നായിട്ട് ചെയ്യണ കാണുമ്പോ നീ നന്നായിട്ട് ചെയ്തൂട്ടാ, ദാറ്റ്സ് ഇനഫ്. എടാ ഒരു ഭക്ഷണം കഴിക്കുമ്പോ അപ്പൊ ഭാര്യ നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നു, ഭർത്താക്കന്മാര് എന്നെ ടേസ്റ്റാണ് ഇന്നത്തെ ഭക്ഷണത്തിന്, ചിലപ്പോൾ ഉപ്പുണ്ടാവില്ല, മുളകുണ്ടാവില്ല, എന്നാലും പറഞ്ഞോ. അപ്പൊ പറയുമ്പോ പറയും, എന്നാലും എൻ്റെ പൊന്നിയുടെ എന്നെ ഭക്ഷണം നീ ഉണ്ടാക്കി തന്നെ, സൂപ്പർ ഭക്ഷണമായിരുന്നു കേട്ടോ. അപ്പൊ തന്നെ അവള് പറയും, അല്ലെങ്കിൽ ഭാര്യ പറയും, ചേട്ടാ ഉപ്പൊന്നും ശരിയായില്ല. അത് കുഴപ്പമില്ലടി. പിറ്റേ ദിവസം ഉണ്ടാക്കുമ്പോ ശ്രദ്ധിക്കും, എന്റെ ചേട്ടൻ ഇന്നലെ നന്നായിട്ട് പറഞ്ഞതാ, ഇനി അതിനേക്കാളും വെച്ചായിട്ട് കൊടുക്കണം. നിങ്ങളെങ്ങനെയാ വന്ന് വെച്ച് തിന്ന് അതിന്റെ ഈ അരപ്പ് വരെ കഴുത്തിന്റെ ഇവിടെ കയറ്റി വെച്ചിട്ട് പറയും, ഉപ്പില്ല, മുളകില്ല, പോരാ, ടേസ്റ്റ് ഇല്ല, അപ്പുറത്തെ വീട്ടിലെ ജാൻസിയുടെ കറിയാ സൂപ്പർ. അതാണ് ഏറ്റവും പ്രശ്നം കേട്ടോ. ഞാൻ എപ്പോഴും പറയും, സ്വന്തം ഭാര്യനെ മുമ്പിൽ വെച്ച് അയൽവക്കത്തെ ഭാര്യനെ കുറിച്ച് പൊക്കി പറയരുത്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അത് കേട്ടോ. അതുപോലെ തന്നെ തിരിച്ചും സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് അപ്പുറത്തെ വീട്ടിലെ ഭർത്താവ് സൂപ്പർ എന്ന് പറയരുത്. ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ഭർത്താവായിരിക്കും സൂപ്പർ കേട്ടോ. ഞാൻ പറയുന്നത് ചിലപ്പോൾ നല്ല പൗരുഷം, നല്ല തൻ്റെയോടുള്ള മനുഷ്യൻ ശരിയായിരിക്കാം. എൻ്റെ വീട്ടിൽ ചിലപ്പോൾ ഒരു മണഗുണാഞ്ചനായിരിക്കും, എന്തെങ്കിലും ആവട്ടെ. പക്ഷെ സ്വന്തം ഭർത്താവിനെ നിർത്തിക്കൊണ്ട് അപ്പുറത്തെ വീട്ടിലെ ഭർത്താവിനെ കുറിച്ച് പൊക്കി പറയരുത്. കാരണം ഈ പുള്ളിയുടെ ചിന്തിക്കും, ദൈവമേ എന്നാൽ അവൾക്ക് മറ്റേ ഭർത്താവിനെയാണല്ലോ ഇഷ്ടം. ഇടവേ എല്ലാ വീട്ടിലും ഉണ്ട് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ കേട്ടോ. നമുക്ക് തോന്നും ഇക്കരെ നിൽക്കുമ്പോ അക്കരെ പച്ചയാ, അക്കരെ നിൽക്കുമ്പോ ഇക്കരയും പച്ചയാ കേട്ടോ. നമുക്ക് നോക്കി കഴിയുമ്പോ എല്ലായിടത്തും പച്ചയാ. പക്ഷെ നമ്മൾ ചിന്തിക്കണം, ആ വീട്ടിൽ ചെന്നാൽ ആ വീട്ടിന്റെ പ്രശ്നം അറിയുള്ളൂ കേട്ടോ. അപ്പൊ അത് എന്തിനു ഞാൻ പറയുന്നത് വെച്ചാൽ, മറ്റുള്ളവരെ നന്മ ചെയ്യണം കാണുമ്പോൾ പ്രോത്സാഹിപ്പിക്കുക, സന്തോഷത്തോടു കൂടെ. ചിലപ്പോൾ ഒരു നല്ല കാര്യമായിരിക്കും, ഹാപ്പി ആയിട്ട് പറയുക താങ്ക് യു, അല്ലെങ്കിൽ നന്നായി ചെയ്തു. ഞാൻ എൻ്റെ ഇടവക ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. എന്ത് ചെയ്താലും പറയും സൂപ്പറായിട്ട് കേട്ടോ, സൂപ്പറായിട്ട്. ഒരു ഭക്ഷണം ഒരു കറി ഉണ്ടാക്കി തന്നാ സൂപ്പറായിട്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, എൻ്റെ വീട്ടിൽ ഇപ്പം എന്താ ഗുണമെന്നറിയോ, ഞാൻ എപ്പം എൻ്റെ പള്ളി ചെന്നാലും ഇഷ്ടം പോലെ ഭക്ഷണമാണ്, ആവശ്യത്തിലധികം ഭക്ഷണം. കാരണം എന്താ വെച്ചാലോ, ഞാൻ എന്ത് തന്നാലും പറയും സൂപ്പർ കറി കേട്ടോ, സൂപ്പർ കറിയാ, അന്നത്തെ ദിവസത്തെ അച്ചാർ എൻ്റെ പൊന്നോ. ഇപ്പം എൻ്റെ മുറിയിൽ എത്ര അച്ചാറുണ്ടെന്നറിയോ? 8 കൂട്ട അച്ചാറുണ്ട്. അച്ചാർ ഇഷ്ടമെന്ന് പറഞ്ഞതാ, 8 കൂട്ട അച്ചാർ ഇരിപ്പുണ്ട്. കാരണം എന്നറിയോ, നമ്മൾ നല്ലത് പറഞ്ഞാൽ മനുഷ്യന്മാർ നമ്മളെ സ്നേഹിക്കും, കുറ്റം പറഞ്ഞാലാ എനിക്ക് ഒന്നാമത് വയ്യ. ഞാൻ ഇന്ന് ബിച്ചാനോട് പോയിട്ട് പറഞ്ഞു, കമ്മിറ്റിക്കാരോട് പറഞ്ഞു, നാളേക്ക് വേറെ ആരെങ്കിലും കിട്ടാൻ നോക്കാൻ പറഞ്ഞു. കാരണം ഞാൻ ഓൾറെഡി എനിക്ക് ബുദ്ധിമുട്ട് വന്ന പ്രഷർ കുറയും, എനിക്ക് എല്ലാം കുറവാ കേട്ടോ. അതിന് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രശ്നം. ഈ പ്രഷർ കുറവാ, ഷുഗർ കുറവാ, കൊളസ്ട്രോൾ എല്ലാം കുറവാ എനിക്ക്. ഈ പ്രഷർ കുറവിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാ ബോധം കെട്ട് വീണെന്ന് അറിയാൻ പറ്റില്ല, എപ്പോൾ വീണെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് പ്രഷർ എനിക്ക് കുറവായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, ഞാൻ ഇത്രയും ബുദ്ധിമുട്ടുള്ള ആളെ നിങ്ങളോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. കണ്ണിച്ചോറില്ലാത്ത ഐറ്റങ്ങൾ ഉത്തരം പറയണം നോക്കി കേട്ടോ. ഞാൻ പറഞ്ഞതിന് ഉത്തരം പറയണം കേട്ടോ. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നിങ്ങളെപ്പോഴും കുറ്റം പറയുന്നവരെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അല്ല.
നിങ്ങൾ കുറ്റം പറയാറുണ്ടോ? ഓ, പുഷ്പം പറയാറില്ല? പുഷ്പം കുറ്റം പറയാറില്ല? പുഷ്പത്തിനൊന്ന് തൊട്ട് മുത്തണമല്ലോ അങ്ങ് വന്നേ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യമാണ് കുറ്റം പറച്ചില്. ഞാനിവിടെ കഴിഞ്ഞ ദിവസം ഞാൻ ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ നന്മ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ആ വായ ഒന്ന് അടച്ചു പിടിച്ചാൽ മതി, ഒത്തിരി നന്മയായി കേട്ടോ. ചെയ്ത നന്മ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ചെയ്ത നന്മയെക്കുറിച്ച് കുറ്റം പറയാതിരുന്നാൽ മതി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ കുറ്റം പറച്ചിൽ കേട്ടോ. ഭയങ്കര കുറ്റം പറച്ചിലാരാ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. എൻ്റെ മോളെ, ഈ ആദരിക്കണ മോളെ വന്നേ, എവിടെ വന്നു മോളെ, നീ പേടിക്കേണ്ട, ധൈര്യമായിട്ട് നിനക്ക് അറിയാവുന്ന കാര്യം പറഞ്ഞാൽ മതി കേട്ടോ. അതുകൊണ്ടാണ് കേട്ടാ. ആ, മോളുടെ പേരെന്നാ? അമല മോളെ. മോളോട് ഒറ്റ ചോദ്യമുള്ളൂ. അമല മോൾക്ക് അമല മോളുടെ കുറ്റം പറയുന്നത് ഇഷ്ടമാണോ? ഒട്ടും ഇഷ്ടമല്ല. ആ, നന്നായി. അമല മോൾ ആരുടെങ്കിലും കുറ്റം പറയാറുണ്ടോ? ആ, നല്ല സന്തോഷത്തോടു കൂടെ, അന്തസ്സോടു കൂടെ, അഭിമാനത്തോടു കൂടെ പറയും. അമല മോള് മാത്രല്ല, ആ കൊച്ചൊരു പാവ, അതിനാ തൊണ്ടയിൽ വിളിച്ചേ. ഇവിടെ ഇരിക്കണ എല്ലാവരും പറയുന്നുണ്ട് പുഷ്പൊഴിച്ച് ബാക്കി എല്ലാവരും കുറ്റം പറയുന്നത്. ഞാനടക്കം കേട്ടോ, ഞാനടക്കം. പുഷ്പം പറയില്ല, അച്ഛന്മാർ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, എന്തൊക്കെയല്ല ഞാൻ പറയുന്നില്ല, അച്ഛന്മാർ പറയണമെന്ന് എനിക്ക് അറിയാൻ. പക്ഷെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഞാൻ ഒരു കാര്യം അമ്മനോട് ചോദിക്കാം, അമ്മലെ ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്തിനാ അമ്മല ചെയ്യണേ? ഞാൻ ചെയ്തില്ലല്ലോ. നീ അല്ലടി നേരത്തെ പറഞ്ഞ ഞാൻ കുറ്റം പറയാറുണ്ടെന്ന്. ചിന്തിച്ചു നോക്കിയേ, ഞാൻ അമ്മലയോടല്ലേ ചോദിച്ചേ. അമ്മല നല്ല മോളാ കേട്ടോ. അമ്മല താങ്ക് യു മോളെ, നീ നിന്ന് വിഷമിപ്പിക്കില്ല, പൊക്കോ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ എന്തിനാ ചെയ്യണേ? നമുക്ക് ഒട്ടും ഇഷ്ടമല്ല നമ്മുടെ കുറ്റം പറയുന്നവരെ. അത് ആരൊക്കെയാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ ചെയ്യും, നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാന്നറിയോ, നല്ലത് കാണുമ്പോൾ പ്രോത്സാഹിപ്പിക്കുക, നന്നായിട്ടൊന്ന് കൈയടിച്ചേ. അപ്പൊ ഇത്രയും കയ്യൊക്കെ ഉണ്ട് നിങ്ങൾക്കല്ലേ? ഇത്രയും നേരമായിട്ട് കയ്യൊന്നും വന്നില്ല. വലുതായി ഉയർത്തിയ കല്ലില്ലേ പറഞ്ഞേ, ശബ്ദം ഉയർത്തി പറഞ്ഞേ.